ഉണ്ണി മുകുന്ദൻ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് ഉണ്ണിയുടെ മുഖം കണ്ടാൽ അറിയാം ആള് അത്ര ഓക്കെ അല്ല. വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണിയുടെ വളരെ ക്ലോസ് ആയിട്ട് എന്ന് വെച്ചാൽ മൂക്കിന്റെ തുമ്പ് വരെ എത്തുന്ന രീതിയിൽ എന്നൊക്കെ പറയും പോലെ മൊബൈലും പിടിച്ച ഒരാൾ വരികയാണ്. ഉണ്ണിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകണം. ഉണ്ണി പെട്ടെന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി പോക്കറ്റിൽ ഇടുന്നുണ്ട്. പിന്നീട് തിരിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണമാണ്. ഉണ്ണി മുകുന്ദന് അഹങ്കാരമായി പോയി എന്ന് പറയുന്ന ഒരു കൂട്ടരും, ഉണ്ണി ചെയ്തത് നന്നായി പോയി എന്ന് പറയുന്ന ഒരു കൂട്ടരും. ഇതിലെന്താണ് ശരി? ഉണ്ണി ചെയ്തത് നല്ല കാര്യമാണോ, അതോ അങ്ങനെ വീഡിയോ എടുക്കുന്നത് നല്ല കാര്യമാണോ? ഇതിനകത്ത് ശരിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് സമ്മിശ്രമായ അഭിപ്രായങ്ങളും വരുന്നത്. ആദ്യം തന്നെ ഞാൻ ഉണ്ണിയുടെ ഭാഗത്തു നിന്ന് പറയാം. ഇപ്പം നമ്മൾ മനുഷ്യരാണ്, സിനിമാ താരങ്ങളും മനുഷ്യരാണ്. എല്ലാ മനുഷ്യനും തീർച്ചയായിട്ടും നമുക്കൊരു കുറച്ച് പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ തിരിഞ്ഞാലും ക്യാമറയും തൂക്കി പിടിച്ച് നമ്മളെ കൂടെ ആള് നടക്കുന്നത് ഒട്ടും നമുക്ക് അത്ര ഇഷ്ടമുണ്ടാവുന്ന കാര്യമായിരിക്കില്ല. ഒട്ടും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ മിനിമം പ്രൈവസിയൊക്കെ നമുക്ക് അവകാശമുണ്ട്. അപ്പം ഇത് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ പോലും അതിൽ നിന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകെ ആള് കൂടുന്നത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഉണ്ണിയുടെ നടപ്പും ഭാവവും ആ മുഖത്തെ ആ എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഉണ്ണി അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ തൊട്ടടുത്തൂടെ മൊബൈലും പിടിച്ചു വരുന്നത്. ഇതിനു മുമ്പ്, അതായത് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ഒരുപാട് ക്യാമറക്കാരെ ഫേസ് ചെയ്ത് ബുദ്ധിമുട്ട് നേരിട്ടിട്ടായിരിക്കണം ഉണ്ണി മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് തന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. തല്ലിയില്ല, പിടിച്ചു തള്ളിയില്ല. ഇപ്പൊ തെലുങ്കിലൊക്കെ ആണെങ്കിൽ തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വലിയ സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പോൾ ബോളിവുഡിലൊക്കെ സൂപ്പർ സ്റ്റാറുകൾ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷേ ഇവിടെ ഉണ്ണി എന്തായാലും മോശമായിട്ടൊന്നും പെരുമാറില്ല. ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് അതങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കാനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇപ്പോ ആ ചെയ്തത് ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ അയാൾ ഒരു തെറ്റും അയാളെ പറയാനില്ല. അയാൾ 100% ചെയ്തത് ശരി തന്നെയാണ്. അപ്പൊ ചോദിക്കും, സെലിബ്രിറ്റി ചെയ്താൽ തെറ്റാണോ? ഉണ്ണി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഉണ്ണി എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് ഉണ്ണിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലെ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒന്നാമതേ ഉണ്ണിയുടെ പൊളിറ്റിക്കൽ കരിയർ ഇഷ്ടമല്ലാത്ത ആരൊക്കെയോ ഉണ്ട്. ചിലപ്പോൾ സിനിമാ ഫീൽഡിൽ തന്നെ ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ണിയെ ഇഷ്ടമല്ലാത്തവരായിരിക്കാം. ഉണ്ണിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളും ഉണ്ടാവാം. എന്തുകൊണ്ടാണെങ്കിലും ഉണ്ണിയെ ഇഷ്ടമല്ലാത്തവരുമുണ്ട്. അപ്പം നമ്മൾ ഇതിനിടയിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തെ ഉണ്ണിയുടെ കഷ്ടപ്പാടാണ് ഇന്ന് സിനിമയിൽ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യം കൊണ്ടൊക്കെ അത് ഇല്ലാതാവുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ആളുകൾ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് കമന്റ് ഇടുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് ഉണ്ണി ചെയ്തതിൽ തെറ്റൊന്നുമില്ല. കാരണം ആരും ഉണ്ണിയെ തെറ്റ് പറയില്ല. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരെ കുറച്ചു പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അവരവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. ശരിയാണ്, ഓൺലൈൻ മീഡിയക്കാർ മൊബൈലും തൂക്കി ഇങ്ങനെ അവരുടെ പുറകെ നടക്കും. ആ വീഡിയോകൾ എടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സെലിബ്രിറ്റിക്ക് കിട്ടുന്നതും വലിയ റീച്ചാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ 10,000-ങ്ങളോ ലക്ഷങ്ങളോ കൊടുത്താൽ കിട്ടാത്ത PR വർക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഓൺലൈൻ മീഡിയാസ് വഴി കിട്ടും. ഓൺലൈൻ മീഡിയാസിന് റവന്യൂ കിട്ടും. അതിലൂടെ സെലിബ്രിറ്റിക്കാണെങ്കിലോ അത്യാവശ്യം നല്ല റീച്ചും കിട്ടും. പോസിറ്റീവ് കോണ്ടന്റ് ആണ് പോണെങ്കിൽ. പക്ഷെ ഇവിടെ രണ്ടിനും സാധ്യതയുണ്ട്. ഒരു ഓൺലൈൻ മീഡിയക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെലിബ്രിറ്റിയെ കുറിച്ച് നല്ല വീഡിയോസും പോവാം, ചിലപ്പോൾ നെഗറ്റീവായിട്ടും പോവാം. അപ്പോൾ അത് വേറെ വശമാണ്. എങ്കിൽ കൂടി മെജോറിറ്റിയും പോസിറ്റീവായിട്ട് പോകാറാണ് പതിവ്. പ്രത്യേകിച്ച് ഉണ്ണിയെ പോലെ ഇന്ന് മലയാള സിനിമയിൽ അത്യാവശ്യം ഒരു സ്റ്റാർഡം ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഉണ്ണിയുടെ വീഡിയോസിന് നല്ല റീച്ച് കിട്ടും. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമതൊരു കൂട്ടരെന്ന് പറയുന്നത് സാധാരണ ആരാധകരാണ്. ഇവർക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ. ഇവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവർ കൂടെ ഫോട്ടോ എടുക്കണം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെയുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണല്ലോ ഈ സിനിമകൾക്കൊക്കെ ഫാൻ ബേസ് ചെയ്തിട്ടുള്ള വലിയ ഷോകൾ നടത്താൻ പറ്റുന്നത്. ഒരു സെലിബ്രിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ അയാളെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നത് ഈ സെലിബ്രിറ്റികളോടുള്ള ഒരു ഇഷ്ടം ഒരു പക്ഷെ അവരുടെ കഥാപാത്രങ്ങളോടാവാം, അല്ലെങ്കിൽ അവരുടെ അഭിനയ മികവിനോടാകാം, വ്യക്തിപരമായിട്ട് അവരുടെ സൗന്ദര്യത്തോടാവാം, പേഴ്സണാലിറ്റിയോടൊക്കെ ആവാം. എന്തായാലും ആളുകൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ചിലപ്പോൾ ഇവരാകാം. ഇവരുടെ ഈ അയ്യോ ഉണ്ണി മൂന്തരം എന്നൊക്കെ പറഞ്ഞ് ചാടി വീണ് ക്യാമറയും കൊണ്ട് വന്നതായിരിക്കാം. ഉണ്ണിയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ആള് ഒരുപാട്, ഇപ്പൊ ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണി ഇതുപോലെ 100 കണക്കിന് ആൾക്കാരെ ഫേസ് ചെയ്യാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നതാവാം. പക്ഷെ ഉണ്ണി ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നേരിട്ട് നിങ്ങളൊന്നും ഇത് ചെയ്യാതിരിക്കാം. അത് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഹേർട്ട് ആവാം ചിലപ്പോൾ.
ആ വ്യക്തിക്ക് ഹേർട്ട് ആവാം. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും വന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പരമാവധി വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മലയാള സിനിമയിൽ ഇന്ന് എണ്ണം പറഞ്ഞ കൊള്ളാവുന്ന സിനിമാ താരങ്ങളിൽ ഒരു 5 പേരെടുത്താൽ അതിൽ ഒരാൾ, ഞാൻ ലാലേട്ടനെ മമ്മൂട്ടിയെ മാറ്റി വയ്ക്കുകയാണ്, പുതിയ ജനറേഷനിൽ 5 പേരെടുത്താൽ അതിൽ ഒരാൾ ഉണ്ണിയാണ്, ഒരു സംശയമില്ല. ഒരു വലിയ ഫ്യൂച്ചർ, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോകാനുള്ള ഒരു വലിയ ഫ്യൂച്ചറുള്ള ഒരു നടനാണ്. സോ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഉണ്ണിയുടെ ഒരു ഇഷ്യൂ ഇങ്ങനെ ഇപ്പോൾ വന്നു എന്ന് വെക്കട്ടെ, അവിടെ ആരുടെ ഭാഗത്ത് ശരി തെറ്റെന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നോർത്തിലടക്കം ഈ വീഡിയോസ് പോവും. കാരണം ഉണ്ണി മുകുന്ദൻ ഇന്ന് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സ്റ്റാർ അല്ല. അപ്പോൾ നോർത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കുറെ പേര് ചിലപ്പോൾ ഇതിനെ വേറെ രീതിയിലും കാണും. ഒരു ആരാധകനോട് ഉണ്ണി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വരുത്തി തീർത്തളയും. ഇതിപ്പോൾ നമുക്കറിയാം, ഉണ്ണിയുടെ സാഹചര്യം ഒരുപാട് ഇവിടുത്തെ നമ്മുടെ സെലിബ്രിറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രൈവസി എന്ന് പറയുന്നത് ആവശ്യമാണ്. സെലിബ്രിറ്റികൾക്ക് വേണ്ടേ? അവർ മനുഷ്യരല്ലേ, അവർക്കൊന്ന് മനസമാധാനത്തോടെ ഇറങ്ങി ഒന്ന് ശ്വാസം വിടണ്ടേ? ഇതിപ്പോ ഒരു എയർപോർട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലായിക്കോട്ടെ, ഒരു സെലിബ്രിറ്റി വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ കടന്നലുകൾ വന്ന് പൊതിയുന്നത് പോലെ അങ്ങ് പൊതിയാണ്. ആ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഏത് വലിയ ഫാൻ എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യരും മനസ്സിലാക്കണം. ഈ ക്യാമറയും ഫോട്ടോയൊക്കെ എടുക്കാൻ പോകുന്നവരാണ് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്, നമ്മൾ അയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ ഇത് നമ്മളും മനസ്സിലാക്കണം. ഇപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അയാളുടെ അടുത്ത് പോകുന്നത്. അയാൾ ചിലപ്പോൾ ഒരു 1000 പേരെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ടായിരിക്കും അവിടെ തളർന്ന് അവശനായി വിശന്ന് പണ്ടാരടങ്ങി നിൽക്കായിരിക്കും. 1001ാമനായിട്ട് ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അയാൾ പറയും, സോറി എനിക്ക് പറ്റില്ല, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾ അഹങ്കാരിയാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം അയാൾ ഓൾറെഡി 1000 പേരെ കൂടെ എടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഈ നോ പറഞ്ഞതോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോകുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഉടനെ നമ്മൾ എന്ത് പറയും? ഇയാൾ അഹങ്കാരിയായിപ്പോയി. ആ മനുഷ്യൻ പാവം അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പൊ അതുപോലെയാണ് ഈ സംഭവം. ചിലപ്പോൾ ഒരുപാട് പേരോട് ഉണ്ണി ഇതിനു മുമ്പ് സഹകരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നെയും തന്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ഇറിറ്റേഷൻ തോന്നിയിട്ട് അത് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഈ വീഡിയോസ് എടുക്കുന്നവരും ഓൺലൈൻ മീഡിയാസ് വളരെ നല്ലതാണ് സെലിബ്രിറ്റികൾക്ക്, അവരെ ചുമ്മാ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം പക്ഷേ ഓൺലൈൻ മീഡിയാസ് കുറച്ചൊക്കെ ഒരു മര്യാദയും കാണിക്കണം. എപ്പോഴും നടന്ന് വെറുപ്പിച്ച് നിങ്ങളുടെയും വില കളയരുത്. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? രണ്ടാമത്, ആരാധകരാണെങ്കിലും എപ്പോഴും നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ആരെടുത്തും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ അവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യരുത്. പിന്നെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും മനുഷ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവരെ പോയി അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾക്കൊരു സെൽഫി എടുക്കണമെങ്കിലും ഓക്കെ, അയാൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് അയാളുടെ അടുത്ത് പറയുക. അയാൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ അവിടെ സംസാരിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അതുപോലെ ഉണ്ണിയെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നാളെ തൊട്ട് ആൾക്കാർ നിങ്ങളുടെ പുറകെ വരും. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ എന്ത് ചെയ്യും? നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഇതുപോലെ ക്യാമറയും പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവരൊന്നും ഇടിച്ചു മാറ്റാനോ സിനിമാ സ്റ്റൈലിൽ തള്ളി മാറ്റാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ സെക്യൂരിറ്റിയെ വയ്ക്കുക, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ പറഞ്ഞ് ഏൽപ്പിക്കുക, നിങ്ങൾ സേഫായിട്ട് പോവുക. അതല്ലാതെ നേരിട്ട് നിങ്ങൾ ഇതുപോലെ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് അതിനെ സമയം കാണും. 2, അത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കായിട്ട് മാറും. അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ കരിയറിനെ ബാധിക്കും. അയ്യോ, ഇതിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധിക്കും. കാരണം നിങ്ങളുടെ നല്ല ഏത് സെലിബ്രിറ്റിയുടെയും സിനിമ സക്സസ് ആവുന്നത് ആളുകൾക്ക് നിങ്ങളോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടുകൂടിയാണ്. നല്ല സിനിമകൾ വിജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മനുഷ്യരുടെ ഇഷ്ടം നേടാനും അത് നിലനിർത്താനും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് സഹിക്കേണ്ടി തന്നെ വരും. കാരണം ആളുകൾ അങ്ങനെയാണ്, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വിരോധമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞെക്കിക്കൊല്ലുമെന്ന് പറയുന്ന പോലത്തെ മനുഷ്യരങ്ങനെയാണ് പൊതുവെ. ചെറിയൊരു കാര്യം മതി അവർക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാകാൻ. ഇവിടെ ഇപ്പോൾ പൊതുവെ മെജോറിറ്റി ആൾക്കാർ ഉണ്ണിയുടെ ഭാഗത്ത് ശരിയെന്ന് തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയുടെ ഭാഗത്ത് ശരിയുണ്ട്. പക്ഷേ ഇത്തരം എന്താ പറയുക, ഒരു വിവാദം ഉണ്ടാകാതെ നോക്കുന്നതായിരിക്കും ഉണ്ണിക്ക് എന്നല്ല എല്ലാ സെലിബ്രിറ്റികൾക്കും നല്ലത്. കാരണം ഈ കൂടുതൽ ആൾക്കാരും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. മാത്രമല്ല അവരെപ്പോഴും ഇരയ്ക്കൊപ്പമായിരിക്കും. ഇതൊരു പൊതുവെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവിടെ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള്. അപ്പൊ അയാൾക്കൊപ്പമായിരിക്കും കുറെ പേര് എപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അത് ഈ ഉണ്ണിയെ പോലുള്ള ആളുകളുടെ കരിയറിന് ഭയങ്കര മോശമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം പോലും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഉണ്ണി ഒരു അഹങ്കാരിയായോ? ഇപ്പൊ ഇന്നലെ തൊട്ട് ഒരുപാട് അത്തരം വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയും. പ്രത്യേകിച്ച് ഉണ്ണിയെ ഇഷ്ടമല്ലാത്തൊരു ഇതൊരു അവസരമായി കാണും. വളരെ വലിയ പൊട്ടൻഷ്യൽ ഉള്ളൊരു നടനാണ്. നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളം എന്ന നമ്മുടെ അതിർത്തികൾക്കും അപ്പുറം നല്ല രീതിയിൽ പോകാനുള്ള ഒരു നടനാണ്. അപ്പോൾ അവിടെയും എത്ര ഉയരങ്ങളിലേക്ക് പോയാലും എളിമ എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവും. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് ആരാധകർ, പൊട്ടന്മാര്, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ആ സമയത്ത് ഓൺലൈൻ മീഡിയ ആണെങ്കിലും ആരാധകരാണെങ്കിലും ഉണ്ണിയെപ്പോലുള്ളവർ പുറത്തു പോകുമ്പോൾ അത്യാവശ്യം ബോഡി ഗാർഡിനെയൊക്കെ കൊണ്ടുപോവുക. അത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ വലിയ കുഴപ്പം ഉണ്ണിക്ക് വരില്ല.
ഇപ്പോൾ തീരെ ഉണ്ണിയുടെ അനുവാദമില്ലാതെ ആരും ഉണ്ണിയുടെ മൂക്കിന്റെ തുമ്പിലേക്ക് വരില്ല. ഇതിപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഉണ്ണി അത് ചെയ്തത്. ഒരു സാധാരണ ആളാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന അറിയപ്പെടുന്ന ആൾക്കാർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ഒപ്പം തന്നെ നിങ്ങൾ സോഷ്യലി അക്കൗണ്ടബിളും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവേണ്ടത് നിങ്ങൾ തന്നെയാണ്. അടുത്ത് വന്ന് വീഡിയോ എടുക്കുന്ന ആളിനോ ഫോട്ടോ എടുക്കുന്ന ആളിനോ ഒന്നും നഷ്ടപ്പെടാനില്ല. ഉണ്ണിയെപ്പോലെ വലിയൊരു ഫ്യൂച്ചറുള്ള നടന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് താനും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.